പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഡിഗ്രി ലെവൽ പ്രിലിംസ് തേർഡ് ഫേസും അതുപോലെ നമ്മുടെ മെയിൻസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. നമുക്ക് വേഗത്തിൽ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. മെമ്മറി കൂട്ടത്തിൽ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, അതുമായിട്ട് ഇപ്പൊ സ്ഥിരമായിട്ട് ചോദ്യം വരുന്നുണ്ട്. ക്വിക്ക് റിവിഷൻ ആണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ഇല്ല. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേഗം നമ്മൾ പറയുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് എന്താണ് മെമ്മറി ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മുടെ ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെമ്മറി യൂണിറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മെമ്മറി യൂണിറ്റ്. നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് കൊടുക്കും? വിവരങ്ങള് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. എന്നിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നതിന് എന്ത് വേണം? നമുക്ക് മെമ്മറി വേണം. എന്തൊക്കെയാ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ കീബോർഡ്, ഇപ്പം നമ്മൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന കീബോർഡ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്. മൗസ് അല്ലെ, ഞാൻ എഴുതുന്ന ഈ ലൈറ്റ് പെൻ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. സ്കാനർ, ടച്ച് പാഡ്, അതുപോലെ ബാർകോഡ് റീഡർ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, ജോയ്സ്റ്റിക്ക് അല്ലെ, ഇതൊക്കെ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഈ ഇൻപുട്ട് ഉപകരണങ്ങൾ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കമ്പ്യൂട്ടറിന് കുറച്ച് കാര്യങ്ങൾ കൊടുക്കും. ആ കാര്യങ്ങളെല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ആണല്ലോ. അതായത് നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, നമ്മുടെ ഗണിത ക്രിയകൾ ചെയ്യുക, വിവരങ്ങളെ ക്രോഡീകരിക്കുക, ക്രമീകരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? CPU ആണ് അല്ലെ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ്, പ്രീവിയസ് ചോദ്യമാണ്. തലച്ചോറ് എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്തൊക്കെ ചെയ്യും? നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കും, അല്ലെങ്കിൽ ഗണിതക്രിയകൾ ചെയ്യുക, വിവരങ്ങളൊക്കെ ക്രോഡീകരിക്കുക, ക്രമീകരിക്കുക. ഇതൊക്കെ CPU ആണ് ചെയ്യുന്നത്. CPU-ൽ പ്രധാനപ്പെട്ട എത്ര പാർട്ടുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 പാർട്ടുകൾ. ഒന്ന് ALU, എന്താ ഫുൾ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് വിളിക്കും. ALU ഇതൊരു പാർട്ടാണ്. രണ്ടാമത്തെ ഭാഗമാണ് CU എന്ന് പറയും. എന്താ? കൺട്രോൾ യൂണിറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കൺട്രോൾ യൂണിറ്റ് എന്ന് വിളിക്കും. മൂന്നാണ് MU എന്ന് പറയുന്നത്. MU എന്തായിരിക്കും? മെമ്മറി യൂണിറ്റ്. നമ്മളിപ്പോ പഠിക്കുന്നത് മെമ്മറി യൂണിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ CPU-ന്റെ പ്രധാനപ്പെട്ട 3 പാർട്ടുകളാണ് ALU, CU, MU. ALU എന്താ? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. CU എന്താ? കൺട്രോൾ യൂണിറ്റ്. MU എന്താ? മെമ്മറി യൂണിറ്റ്. ആണല്ലോ. ഈ ഗണിതക്രിയകൾ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിനകത്ത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കണക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കണക്കിന്റെ ക്രിയ ചെയ്യുക, വിശകലനം ചെയ്യുക, ഇതൊക്കെ ALU ആണ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് ചെയ്യുന്നത്. ആണല്ലോ. അതുപോലെ കൺട്രോൾ യൂണിറ്റ് എന്തായിരിക്കും ചെയ്യുന്നത്? കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുന്നു, അതുപോലെ എല്ലാത്തിനെയും ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. എന്താണ്? കമ്പ്യൂട്ടറിനകത്തെ എല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുകയും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി ഈ പറയുന്ന കൂട്ട് മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. കാര്യങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കുക, ഇൻപുട്ടായിട്ട് കിട്ടുന്ന കാര്യങ്ങളെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ പറഞ്ഞ മെമ്മറി യൂണിറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ കമ്പ്യൂട്ടറിന്റെ പ്രോസസിംഗ് സ്പീഡ് അളക്കാനുള്ള യൂണിറ്റിന് ഒരു പേര് വിളിക്കുമല്ലോ. എന്താ അത്? MIPS എന്ന് വിളിക്കും. എന്താണ്? കമ്പ്യൂട്ടറിന്റെ പ്രോസസിംഗിന്റെ സ്പീഡ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് MIPS, മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. എന്താണ്? മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ഇത്? കമ്പ്യൂട്ടറിന്റെ പ്രോസസിംഗ് സ്പീഡ് എത്രയാണെന്ന് അളക്കുന്ന യൂണിറ്റ് ആണ്. അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്തതും ആവശ്യാനുസരണം സിസ്റ്റത്തോട് ചേർത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിഫെറൻസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പെരിഫെറൻസ് എന്ന് വിളിക്കും. പെരിഫെറൻസ് എന്താ പ്രത്യേകത? കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പാർട്ട് അല്ല, എന്നാൽ ആവശ്യമെങ്കിൽ സിസ്റ്റത്തോട് ചേർത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഹാർഡ്വെയർ ഉപകരണങ്ങളാണ് പെരിഫെറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം. ആണല്ലോ. പിന്നെ നമുക്കറിയാവുന്ന മറ്റൊരു പോയിന്റ് ആണ്. എന്താ? കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുതി പ്രവാഹം നിലയ്ക്ക്. ഇപ്പൊ കറണ്ട് പോയാലും ഇപ്പോഴും അതിനകത്ത് പ്രവർത്തിക്കും അല്ലെ. കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? എന്താ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കത്തില്ലേ? കിക്കി എന്താ അത്? UPS ആണ് അല്ലെ. എന്താണ്? UPS ആണ് കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇപ്പൊ നമ്മൾ എന്തിനെ പറ്റിയിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ മെമ്മറിയെ പറ്റിയിട്ടാണ്. അതിന്റെ ഇടയ്ക്ക് CPU പോയെന്നേ ഉള്ളൂ. നമുക്കറിയാം മെമ്മറിയെ തന്നെ നമ്മൾ പലതായിട്ട് തരംതിരിക്കാറുണ്ട് അല്ലെ? കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് മെമ്മറി ആണുള്ളത്. ഒന്ന് പ്രൈമറി മെമ്മറി എന്ന് വിളിക്കും, ഒന്ന് പ്രൈമറി ആണ്, 2 സെക്കൻഡറി മെമ്മറി എന്ന് വിളിക്കും. അപ്പൊ ഇത് സ്ഥിരം ചോദ്യമാണ്. ഏതൊക്കെയാണ് നമ്മുടെ പ്രൈമറി മെമ്മറി? പ്രൈമറി മെമ്മറിയെ നമ്മൾ മെയിൻ മെമ്മറി എന്നും അറിയപ്പെടാറുണ്ട്. പ്രൈമറി ആയതുകൊണ്ട് തന്നെ മെയിൻ മെമ്മറി എന്ന് അറിയപ്പെടുന്നത് പ്രൈമറി മെമ്മറിയാണ്. അതുപോലെ പ്രധാനപ്പെട്ട 2 തരം പ്രൈമറി മെമ്മറികളാണ്. ഒന്ന് എല്ലാവർക്കും അറിയാം, റാമും റോമും അല്ലെ? റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി ആണ് റാം. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? റീഡ് ഒൺലി മെമ്മറി. റീഡ് ഒൺലി മെമ്മറി. ഇത് 2 എണ്ണമാണ് പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറി. പേരിനകത്ത് തന്നെയുണ്ട് റാൻഡം ആക്സസ് മെമ്മറി. അതായത് താൽക്കാലികമായിട്ടുള്ള മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമായി പോകുന്നു. ദാറ്റ് മീൻസ് വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയാണിത്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. അപ്പൊ റാമിന്റെ പ്രത്യേകത എന്താ? റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം മീൻസ് എളുപ്പത്തിൽ പോകുക, അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. താൽക്കാലികമാണിത്, വോളറ്റൈൽ ആണ്. അതായത് കമ്പ്യൂട്ടർ ഓൺ ഓഫ് ആയി പോകുമ്പോൾ ഇതും ഓഫ് ആയി പോകും, ഇതും പോകും. അതുകൊണ്ട് തന്നെ ഇത് റീഡ് ആൻഡ് റൈറ്റ്, റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഇല്ല എന്നുള്ള രീതിയിലാണ് റാം അറിയപ്പെടുന്നത്. എന്നാൽ റോം എന്ന് പറയുമ്പോൾ എന്താ? റീഡ് ഒൺലി മെമ്മറി. അപ്പൊ തെറ്റിക്കരുത്. നമുക്ക് കേൾക്കുമ്പോൾ റാൻഡം ആക്സസ് മെമ്മറി സ്ഥിരമാണെന്നും റീഡ് ഒൺലി മെമ്മറി പോകുന്നതാണെന്നൊക്കെ തോന്നാം. പക്ഷെ റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത് സ്ഥിരമാണ്, പെർമനന്റ് ആണ്. സ്ഥിരമായിട്ടുള്ളതും മാറ്റുവാൻ സാധിക്കാത്തതായിട്ടുള്ള മെമ്മറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോം ആണ്. അതായത് നോൺ വോളറ്റൈൽ ആണ്. ഇപ്പൊ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും ഇൻഫർമേഷൻ നഷ്ടമാകാത്ത മെമ്മറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? റോം ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി പലതരത്തിലുള്ള, അതായത് വിവരമൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ പലതരത്തിലുള്ള റോമുകളുണ്ട്. പ്രോം ഉണ്ട്, ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. പ്രോം ഉണ്ട്, EP റോം, സോറി അത് മാഞ്ഞുപോയി. പ്രോം ഉണ്ട്, EPROM ഉണ്ട്, അതുപോലെ EEPROM ഉണ്ട്, ഫ്ലാഷ് EEPROM എന്ന് പറയും. ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പം റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളെ എന്ത് വിളിക്കുമെന്ന് ഒരു പ്രീവിയസ് ചോദ്യമുണ്ട്. ഫേംവെയർ. ഇതെന്താണ്? എവിടെ സൂക്ഷിക്കും? റോമിൽ സൂക്ഷിക്കുന്ന പ്രോഗ്രാംസിന്റെ പേരാണ്. അപ്പം 2 ടൈപ്പ് പ്രൈമറി മെമ്മറി ആണ്. മാഞ്ഞുപോയി കേട്ടോ, അത് എഴുതിക്കൊണ്ട് വന്നത്. പ്രൈമറി മെമ്മറി 2 ആണ്, റാം, റോം അല്ലെ? ഇതിനകത്ത് റാം ആണ് വോളറ്റൈൽ ആയിട്ടുള്ളത്, അതായത് പെട്ടെന്ന് പോകും. ഇത് നോൺ വോളറ്റൈൽ ആണ്, പോകത്തില്ല. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡറി മെമ്മറി ആണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പുറമേ നിന്നെന്ന് ആലോചിക്കുക. പ്രൈമറി മീൻസ് നമുക്ക് അതിനകത്തുണ്ട്, പുറമേ നിന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ്? സെക്കൻഡറി ആണ്. എക്സ്റ്റേണൽ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പുറമേ നിന്ന് എന്ന് പറയുമ്പോൾ എന്താണ്? വിവരങ്ങൾ സ്ഥിരമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന മെമ്മറി തന്നെയാണ് സെക്കൻഡറി മെമ്മറി. പക്ഷെ പുറമേ നിന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം? അതായത് നമ്മൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ വരാം അല്ലെ? പെൻഡ്രൈവ് പുറമേ നിന്നൊരു സാധനമാണ്. പെൻഡ്രൈവ് സാധനങ്ങൾ അതിനകത്ത് തന്നെ കാണും. അതുപോലെ മാഗ്നറ്റിക് ടേപ്പ്, ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. മാഗ്നറ്റിക് ടേപ്പ് ഒരു സെക്കൻഡറി മെമ്മറിയാണ്. അതുപോലെ മാഗ്നറ്റിക് ഡിസ്കുകൾ, അതെന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്കും വരാം. ഫ്ലോപ്പി ഉണ്ടല്ലോ, ഫ്ലോപ്പി ഡിസ്കുകളൊക്കെ മാഗ്നറ്റിക് ഡിസ്കിന്റെ അണ്ടറിൽ വരും. കോമ്പാക്ട് ഡിസ്ക്, അതുപോലെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, SSD എന്ന് പറയും. SSD ഇതും എന്താണ്? സെക്കൻഡറി ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നിന്റെയും കാര്യങ്ങൾ, ഹാർഡ് ഡിസ്കിനെ പറ്റിയിട്ടും ഫ്ലോപ്പി ഡിസ്കിനെ പറ്റിയിട്ടും ഫ്ലാഷ് മെമ്മറിയെ പറ്റിയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. ഈ ഫേംവെയർ ഓർത്ത് വെച്ചേക്കണം. എന്തായിരുന്നു ഫേംവെയർ എന്ന് പറഞ്ഞാൽ? റോമിൽ സൂക്ഷിക്കുന്ന പ്രോഗ്രാമുകളാണ് ഫേംവെയർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ കമ്പ്യൂട്ടർ ചിപ്പുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേംവെയർ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അതിന് എക്സാമ്പിൾ, ഇപ്പൊ ഫേംവെയറിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിക്കാം. ഫേംവെയർ എന്താണ് നമ്മൾ പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഈ റോം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. EPROM എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് നമ്മുടെ ഈ പറയുന്ന EEPROM ഉണ്ടല്ലോ, ആ EEPROM ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു നോൺ വോളറ്റൈൽ മെമ്മറി ആണ് വേണമെങ്കിൽ ഈ പറയുന്ന ഫ്ലാഷ് മെമ്മറി എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് USB,
ഡ്രൈവ്, അതുപോലെ മെമ്മറി കാർഡ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഫ്ലാഷ് മെമ്മറിയുടെ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കണം. അതായത് നമ്മൾ 2 ടൈപ്പ് പറഞ്ഞു. എന്താണ്? പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. ഇനിയും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ലേറ്റസ്റ്റ് ചോദ്യം ക്യാഷെ മെമ്മറിയെ പറ്റി, ക്യാഷയെ പറ്റിയിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. എന്താണ് രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്? അതായത് നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികം സംഭരിക്കാനുള്ള CPU ഉള്ളിൽ ഒരു സ്ഥലമുണ്ട്. നമ്മൾ കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഒക്കെ തൽക്കാലത്തേക്ക് വെക്കാനായിട്ട് CPU ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രജിസ്റ്റർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? രജിസ്റ്ററുകൾ എന്ന് വിളിക്കും. താൽക്കാലികം വെക്കുന്നത്. അതായത് അരിത്തമാറ്റിക് ലോജിക് പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കമ്പ്യൂട്ടറിലെ ലോക്കൽ സ്റ്റോറേജ് ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ CPU പ്രധാനപ്പെട്ട രജിസ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ്. അതുപോലെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MAR എന്ന് പറയും. മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഇതൊരു CPU ഒരു രജിസ്റ്റർ ആണ്. രജിസ്റ്റർ എന്തുവാന്ന് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസും നമ്മുടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ തൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്ന CPU സ്ഥലമാണ് രജിസ്റ്റർ. തൽക്കാലത്തേക്ക് അത് ഏതൊക്കെയാണ്? അക്യുമുലേറ്റർ ഉണ്ട്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, മെമ്മറി ബഫർ രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, അതുപോലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR, അതുപോലെ പ്രോഗ്രാം കൗണ്ടർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് അടുത്തതാണ്. ഓക്കെ, ഇനി അപ്പം ഈ പറഞ്ഞുകൂട്ട് തന്നെ രജിസ്റ്ററുകൾ എന്താണ് നമ്മൾ ഓർത്തു വെക്കണം. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ബഫർ എന്ന് പറയുന്നത്. എന്താണ് ഈ ബഫർ? ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായിട്ട് CPU ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ് ഈ പറയുന്ന ബഫർ എന്ന് പറയുന്നത്. എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായിട്ട് CPU ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ് ബഫർ എന്ന് പറയുന്നത്. അപ്പൊ ക്യാഷെ എന്താണെന്ന് ചോദിച്ചായിരുന്നു. ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത് CPU-നും ഓർത്ത് വെച്ചേക്കുക, CPU-നും റാമിനും ഇടയ്ക്ക്, റാൻഡം ആക്സസ് മെമ്മറിക്കും CPU-നും ഇടയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ് ക്യാഷെ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം. ബഫർ എന്താണ്? രജിസ്റ്റർ എന്താണ്? ഈ പറയുന്നത് കൂട്ട് തന്നെ അടുത്ത നമ്മുടെ ക്യാഷ് എന്താണെന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പം ഇതിന് കഴിഞ്ഞ ദിവസം എന്തോ ചോദിച്ചത്, തൊട്ടടുത്തിരിക്കുന്നത് ഏതാണ്, ഏറ്റവും വേഗത കൂടിയത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ പറഞ്ഞ കൂട്ട് തന്നെ പല മെമ്മറിക്കകത്ത് ഒന്നാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. രജിസ്റ്റർ, ക്യാഷ് മെമ്മറി, റാം, ഇതും വോളറ്റൈൽ ആണല്ലോ. പിന്നെ ഹാർഡ് ഡിസ്ക്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് രജിസ്റ്റർ എന്ന് പറയുന്നതിന്റെ വേഗതയാണ് ഏറ്റവും കൂടിയത്. വേഗത ഏറ്റവും കൂടിയത് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ രജിസ്റ്ററിനാണ്. ഏറ്റവും സ്പീഡ് കൂടുതൽ, സ്പീഡ് ഹയസ്റ്റ് ഇതിനാണ്. എന്നാൽ സ്റ്റോറേജ് തീരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഹാർഡ് ഡിസ്ക് മാത്രം നോൺ വോളറ്റൈൽ ആണ് അല്ലെ, അത് പോകത്തില്ല, നമ്മൾ കളയാതൊന്നും അത് പോകത്തില്ല. ബാക്കി ഈ പറയുന്ന രജിസ്റ്ററും ക്യാഷും റാമും എല്ലാം തന്നെ വോളറ്റൈൽ ആണ്, കഴിഞ്ഞ് കഴിയുമ്പോൾ പോകും. ആ കൂട്ടത്തിൽ രജിസ്റ്ററിനാണ് ഏറ്റവും സ്പീഡ്. എന്നാൽ മെമ്മറി തീരെ കുറവാണ്. മെമ്മറി കുറവാണ്, തീരെ കുറവാണ്. ക്യാഷ് എടുക്കുന്ന സമയത്ത് രജിസ്റ്ററിനെ വെച്ച് നോക്കുവാണെങ്കിൽ സ്പീഡ് കുറച്ച് കുറവാണ്. വേഗത ഉണ്ട്, പക്ഷെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സ്പീഡ് ഇല്ല, എന്നാൽ സ്പീഡ് ഉണ്ട്. മെമ്മറി രജിസ്റ്ററിനേക്കാളും കുറച്ചുകൂടെ ഉണ്ട്, എന്നാലും കുറവാണ് ക്യാഷിനും. റാം എന്ന് പറയുമ്പം വേഗത വളരെ വേഗമാണ്, എന്നാൽ ഒരു മിതമായിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം മറ്റ് രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ വേഗത തീരെ കുറവാണ്, പക്ഷെ സംഭരണ ശേഷി വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇത് നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, രജിസ്റ്റർ എന്താണ്, ബഫർ എന്താണ്, ക്യാഷ് എന്താണ്. അതുപോലെ രജിസ്റ്ററും ക്യാഷും തമ്മിലുള്ള ഒരു വ്യത്യാസം അതും ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഇൻപുട്ട് ഉപകരണങ്ങളെ പറ്റിയിട്ട് നോക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും സ്ഥിരം അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ കുറച്ചു മുമ്പ് ഇൻപുട്ട് ഉപകരണങ്ങൾ പറഞ്ഞു. അതുപോലെ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് നമ്മൾ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതായിരിക്കും? മോണിറ്റർ ആണ് ഒന്നാമത് അല്ലെ.
മോണിറ്റർ ഉണ്ട് ഒന്നാമത്തെ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമായിട്ടുള്ള മോണിറ്റർ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു ഉപകരണം. അതുപോലെ മറ്റ് ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഒന്ന് പ്രിന്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്രിന്റർ. സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ഹെഡ്ഫോൺ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. മൈക്രോഫോൺ എന്താ? ഇൻപുട്ട് ആണ്. ഹെഡ്ഫോൺ ഇങ്ങോട്ട് കേൾക്കുക. പിന്നെ പ്രൊജക്ടർ ഒരു ഔട്ട്പുട്ട് ആണ്. പ്രൊജക്ടർ എന്ന് പറയുന്നത്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ആണ്. പ്ലോട്ടർ തുടങ്ങിയിട്ടുള്ളതെല്ലാം എന്താണ്? പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. മെമ്മറി ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. മെമ്മറി അതുപോലെ കമ്പ്യൂട്ടറിന്റെ നട്ടെൽ എന്നറിയപ്പെടുന്നത് ആരാ? മദർ ബോർഡ് ആണ് അല്ലെ? മദർ ബോർഡ് ആണ് കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല്. അതായത് കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട സർക്യൂട്ടുകളെ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. പ്രിന്റർ, സ്കാനർ, മൗസ്, കീബോർഡ്, മോണിറ്റർ തുടങ്ങിയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദർ ബോർഡ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.